ശുദ്ധവായുവും ശുദ്ധജലവും അഗസ്ത്യർ കൂടത്തിൽ ഔഷധക്കാറ്റുമേറ്റ് സ്വസ്ഥമായി ശാന്തമായി ജീവിച്ചൊരു ജനത ചോദിക്കുന്നു, ഞങ്ങൾക്കിനി ഇവിടെ ജീവിക്കുവാൻ കഴിയില്ലേ? ഇതൊരു വലിയ ചോദ്യമാണ്. ദേ ഈ കാണുന്നത് ഒരു നാടിനെ ഭീതിയിലാക്കിയ പാറക്കോറിയാണ്. ഈ കോറിയിൽ ഖനനം തുടങ്ങിയ നാൾ മുതൽ ഞങ്ങൾ ഭീതിയിലാണ് എന്നാണ് ഇവിടത്തെ ജനം പറയുന്നത്. ഇത് തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ ആര്യനാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽപ്പെട്ടതാണ് ഈ കോറി. ഇതിനെതിരെ പ്രതിഷേധം തുടക്കം മുതൽ തന്നെ ശക്തമായി ഉയർന്നിരുന്നു. എന്നാൽ എതിർത്തവരെയൊക്കെ കള്ളക്കേസിൽ കുടുക്കി പകപോക്കുകയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നാട്ടുകാർ പരാതി നൽകി. കോറിയുടെ ഖനനവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ച് നാട്ടുകാർ കോടതിയെ സമീപിച്ചു. കോടതി വിധി വന്നിട്ടും ആ വിധിയെ കാറ്റിൽ പറത്തിയാണ് കോറിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനമെന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. ഇത് ഈ കോറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ PWD പരാതി നൽകിയിട്ടുണ്ട്, ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്, പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ട്, ജിയോളജിസ്റ്റിന് പരാതി നൽകിയിട്ടുണ്ട്. ഇവരുടെ ഏറ്റവും പുതിയ പേപ്പറായ വൈൽഡ് ലൈഫ് ക്ലിയറൻസ് അവിടെ പരാതി നൽകിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ചപ്പാത്തി ഇഞ്ചപ്പുരി റോഡ് എന്ന് പറയുന്നത് ചിപ്പിംഗ് കാർപ്പറ്റ് എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ്. ഇതിലൂടെ നമ്മൾ കൊടുത്ത വിവരാശത്തിന് മറുപടി എന്ന് പറഞ്ഞാൽ ഇതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് 10 ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള വാഹനങ്ങൾ കയറാനേ പാടുള്ളൂ എന്ന് വ്യക്തമായ വിവരാവകാശ രേഖയിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ മുന്നോട്ട് പോയപ്പോൾ ഇത് നടപ്പിലാക്കുന്നില്ല. ഇതിന് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്നില്ല. ഇതിലെ ഒരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശംഭുതാങ്ങി മുതൽ ചപ്പാത്ത് വരെയുള്ള റോഡ് ഇവർ വെള്ളമൊഴിച്ച് നനയ്ക്കും. ആ നനയ്ക്കുന്ന സമയത്ത് ഒരു മുണ്ടെടുത്തുകൊണ്ടോ ഒരു സ്കൂൾ കുട്ടി യൂണിഫോം ധരിച്ചുകൊണ്ടോ ഈ റോഡ് നടന്നു വരുന്നതിനോ 2 വീലറിൽ യാത്ര ചെയ്യുന്നതിനോ കഴിയില്ല. കാരണം മൊത്തം ചെളിയാണ്. അതാണ് ഇവിടുത്തെ അവസ്ഥ. കോറിയിൽ നിന്നും ഓവർലോഡായി പോകുന്ന പാറ പലപ്പോഴും യാത്രക്കാർക്ക് ഭീഷണിയാകാറുണ്ടത്രേ. ലോറിയിൽ നിന്നും പലപ്പോഴും പാറ തെറിച്ച് റോഡിൽ വീഴാറുണ്ടത്രേ. ഇക്കാരണത്താൽ ഈ റോഡിലൂടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുവാൻ രക്ഷിതാക്കൾക്ക് ഭയമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ പാറക്കോറി മുഖേന പൊടിപടലം കൊണ്ട് പലവിധമായ രോഗങ്ങളുണ്ട്. അത് മുഖാന്തരം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട്. ശ്വാസം മുട്ടൽ, ചുമ. എൻ്റെ ഒരു കുഞ്ഞു കുട്ടിക്ക് തന്നെയാണ് ചുമ, ശ്വാസം മുട്ടൽ. അവന് ഇന്നതുവരെ അത് മാറിയില്ല. അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ റോഡ് വഴി നടക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ വയോജനങ്ങൾക്ക്, ഞങ്ങൾ വ്യക്തിപരമായി തന്നെ ഞങ്ങളുടെ കുഞ്ഞുനാളിൽ ഞങ്ങൾ ജനിച്ചു വളർന്ന പ്രദേശമാണിത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ അനുഭവിക്കുന്ന കഷ്ടത എന്ത് വന്നാൽ ഈ പാറക്കോറി ഇവിടെ നിന്ന് നിർത്തലാക്കണമെന്ന് ബഹുമാനപ്പെട്ട അധികാരികൾ ഇത് ശ്രദ്ധിക്കണം എന്ന് ഞങ്ങൾ പറയുകയാണ്. ഞങ്ങളെ കേസിൽ പെടുത്തുന്ന ഞങ്ങളുടെ ഭർത്താവ് ആയിരുന്നാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇതിൽ മുന്നോട്ട് ഇറങ്ങുന്നത് എല്ലാവരെയും സ്ത്രീകളെയും കേസിൽ പെടുത്തുന്ന ഒരു ഇതാണ് ഈ പാറക്കോറിക്ക് ഉണ്ടായിരിക്കുന്നത്. അത് നിർത്തലാക്കണം. ഞങ്ങൾ ജീവൻ പണയം വെച്ചായിരുന്നാലും ഞങ്ങൾക്ക് പാറക്കോറി ഇവിടെ വേണ്ട. ഞങ്ങൾ ശക്തമായി തന്നെ ഈ സമര നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും. പാറക്കോറിയിൽ നിന്നും നിരന്തരം ടിപ്പറിൽ ലോഡ് പോകുന്നത് കാരണം നിലയ്ക്കാത്ത പൊടിപടലം റോഡ് സൈഡുകളിലെ വീടുകളിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും ചുമയും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും സ്ഥിരം ഉണ്ടാകാറുണ്ടെന്ന് സ്ഥലവാസികളും അനുഭവസ്ഥരും പറയുന്നു. ഈ പാറക്കോറി പ്രവർത്തിക്കുന്നത് ഹൈക്കോടതി നിയമം ലംഘിച്ചുകൊണ്ടാണ്. ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ ഈ പാറക്കോറി അടച്ചു പൂട്ടുന്നതുവരെ ഞങ്ങൾ സമരം ചെയ്യും. ഞങ്ങളുടെ ഭാവി തലമുറയെ ഞങ്ങൾക്ക് രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ പരിസരവാസികൾക്കെല്ലാം അസുഖങ്ങളാണ്. ഈ സമരം ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു സമരമാണ്. ഞങ്ങളുടെ നാടിനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിനൊരു മോചനം വരുന്നതുവരെ ഞങ്ങൾ സമരം ചെയ്യും. പുതിയ ക്രഷർ യൂണിറ്റ് വരുന്നതിനെതിരെ പ്രതിഷേധ പരിപാടി തുടങ്ങിയിട്ട് 21 ദിവസങ്ങൾ പിന്നിടുന്നു. 21ാമത്തെ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആര്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുഖ്യ അതിഥിയായി പങ്കെടുത്തുകൊണ്ട് കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് ഈ കോറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതുവരെ സമരസമിതിക്കും നാട്ടുകാർക്കും ഒപ്പം നിൽക്കുമെന്നാണ്. പാറ ഖനനം മൂലം കുടിവെള്ളം കിട്ടാക്കനിയാകുമെന്നും ക്രഷർ യൂണിറ്റിന്റെ വരവോടെ അന്തരീക്ഷം മലിനമാവുകയും പൊടിപടലങ്ങൾ കാരണം കിലോമീറ്ററോളമുള്ള ആളുകൾക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും ക്യാൻസർ പോലെ മാരകമായ രോഗങ്ങളും വരാൻ സാധ്യതയുണ്ടെന്നും
ജനം ഭയക്കുന്നു. 23 ഏക്കർ അവർ പുതുതായിട്ട് എടുത്തു കഴിഞ്ഞു. അതും പാറ പൊട്ടിക്കാനായിട്ടാണ്. ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇവരിങ്ങനെ പൊട്ടിച്ച് ഒരു അനാസ്ഥ പോലെ ഇവരിങ്ങനെ ചെയ്തു പോകുമ്പോൾ ഈ നാടിന് വലിയൊരു വിപത്ത് ഉണ്ടാവുന്നു എന്നതിൽ വേറെ ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇത് നാളൊരു ദിവസം ഇത് ചൂരൽമലയോ അല്ലെങ്കിൽ മറ്റൊരു അമ്പൂരി പോലത്തെ വലിയ ഒരു ദുരന്ത ഭൂമിയായി മാറാതിരിക്കണമെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു ജനകീയ സമരം അതൊരു വൻ വിജയത്തിലാക്കിയേ മതിയാവൂ എന്നുള്ളത് ഒരു കറക്റ്റായ കാര്യമാണ്. നിങ്ങൾ ഈ ഭാഗത്ത് നോക്കിയാൽ അറിയാം, അതുപോലെ ഒരു പാലമാണ്. പാലം 10 ടണ്ണേജ് അല്ലേ, 10 ടണ്ണേജ് ഭാരം മാത്രമേ ഈ പാലത്തിൽ കൂടെ കയറ്റാവൂ എന്ന് നിയമവിദഗ്ധർ വന്ന് പറഞ്ഞിട്ട് പോലും ഇവർ ഈ ലോറികളിൽ വലിയ ട്രെയിലർ പോലത്തെ വലിയ ലോറികളിൽ കയറ്റി വിടുന്നത് ആപത്താണ്. ഈ പാലം തകർന്നു കഴിഞ്ഞാൽ നമ്മളൊരു പ്രദേശം ഒറ്റപ്പെട്ടതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. ഈ പാലം ആകപ്പാടെ ഈ പ്രദേശത്ത് ജംഗ്ഷനിലോ എവിടെ പോകണമെങ്കിലും ഈ പാലം കടന്നു പോകാതെ വേറെ രക്ഷയില്ല. പക്ഷേ ഈ പാലം നശിപ്പിക്കുവാനായിട്ടും കൂടെ ഈ ജനങ്ങളെ ഒരു കഷ്ടതയിൽ കൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി ഈ പാറ കോറി ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ വാർദ്ധക്യത്തിലേക്ക് വരുന്നവർക്ക് മാത്രമല്ല, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമരം ചെയ്യുന്നത്. വളരെ പൊടിപടലങ്ങൾ കൊണ്ട് ഈ സംസാരിക്കുന്ന എനിക്ക് വരെ ഈ പൊടിപടലങ്ങൾ ശ്വസിച്ച് ശ്വാസകോശ തടസ്സമുള്ള ഒരു വ്യക്തിയും കൂടെയാണ് ഞാൻ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി വരെ ഇതിന് ഞങ്ങൾക്ക് അനുകൂലമായി ഇവിടെയുള്ള ജീവനും സ്വത്തിനും ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്കും അഭയം നൽകണമെന്നാണ് ഈ 21ാം സമരത്തിൽ കൂടെ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഞങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ സമരം ചെയ്യുന്നത്, ഞങ്ങളുടെ വരും തലമുറയ്ക്ക് വേണ്ടിയാണ് എന്ന ഒരു വൃദ്ധമാതാവ് പറയുമ്പോൾ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന കവിവാക്യം ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ്. GTV ന്യൂസ്, തിരുവനന്തപുരം.